എത്രയും പെട്ടെന്ന് ഈ പുത്തൂരം വീട്ടിലൊരു മരുമകനാകുക അതൊരു ഭാഗ്യമായിട്ടേ ഞാൻ കരുതിയിട്ടുള്ളൂ. കണ്ടംകുളങ്ങര കരുണാകരൻ ജോത്സ്യന്റെ വിധിപ്രകാരം ഞാനൊരു രാജകുടുംബത്തിൽ നിന്ന് വേളി ചെയ്യുമെന്നാണ്. സത്യമാണോ? നുണയല്ല പത്മിനി. പുത്തൂരം വീട്ടിലെ ഉണ്ണിയാർച്ച എന്തോ ഞാൻ ചന്തുവാണ്. ചന്തു ആ പഴയ തച്ചോളിക്കഥയിലെ ചതിയൻ ചന്തുവല്ല, ഒരു വടക്കം വീരകഥയിലെ എംടിയുടെ ചന്തു. ഒരുത്തന്റെ ഭരണം തുടങ്ങിയതോടുകൂടി പണിയെടുത്തതിന്റെ നടുവൊടിഞ്ഞു. ദേ വന്നിരിക്കുന്നു വേറെ ഒരുത്തൻ, ഉല്ലൂക്കപ്പട്ട. ഓ, അവന്റെ മുഴിഞ്ഞ ഒരു ഇന്തി. പൽപ്പിനി, അവൻ ദുർഗയുടെ ഭർത്താവൊന്നല്ലടി, ഏതോ കള്ളനാണവൻ. കള്ളനായാലും കുള്ളനായാലും ആള് നല്ല രസികനാ. എനിക്കങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. ഓ, ഈ അരവട്ടിനോട് പറഞ്ഞ് എന്നെ വേണം കൊല്ലാൻ. നോക്കിക്കോ, ഒരു ദിവസം ഞാൻ അവന് ചോറിൽ വിഷം വെച്ചു കൊടുക്കും. അതോടെ തീരുന്ന അവന്റെ പരിപാടി. എടി, ഞാനൊരു രഹസ്യം പറയട്ടെ. ഒരിക്കൽ സദാശിവന്റെ അച്ഛന് ഞാനൊരു പണി കൊടുത്തതാ. പിന്നെ ഇത്രയും കാലായിട്ട് അയാളുടെ പൊടിപാട് കണ്ടിട്ടില്ല. എന്തിനാ ഭാർഗവത്തല്ലേ വെറുതെ നുണ പറയുന്നത്? നിങ്ങൾ വടക്കേപ്പുറത്തെ തിരുമേനിയുമായിട്ട് ലോഹ്യമായതുകൊണ്ടല്ലയോ ഭർത്താവ് പ്രഭാകരൻ ഈ നാട് വിട്ടു പോയത് അല്ലേ? നിങ്ങളുടെ മോനില്ലേ സദാശിവൻ, അവൻ ആ തിരുമേനിക്കുണ്ടായ മകനല്ലേ? ഞാൻ അറിയാൻ ആഗ്രഹിച്ചതറിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ മോൻ സദാശിവൻ ഈ പുത്തൂരം വീട്ടുകാരനല്ല. അവൻ ഇവിടുത്തെ സ്വത്തിൽ യാതൊരു അവകാശവും ഇല്ല. അയ്യോ, ഇല്ലേ? സ്വത്ത് കിട്ടുമെന്നുള്ള മോഹമൊന്നും വേണ്ട ഭാർഗവിത്തള്ളേ. പിന്നെ എന്നോട് നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ മരിക്കും വരെ ഇവിടെ കഴിയാം, അമ്മയ്ക്കും മകനും. സമ്മതം മുളമ്മേ. എന്തേ ഭാർഗവി? എന്തോ? എനിക്ക് കുളിക്കാൻ കുറച്ച് വെള്ളം ചൂടാക്കി വെക്കേ. ഓ, പിന്നെ പുരട്ടാൻ രാസാദിപ്പൊടിയിട്ട് കാച്ചിയ കുറച്ച് എണ്ണയെ എടുത്തു വെക്കേ. സംശ ബഹൻ കാവോ? ഓ, അവന്റെ ഒരു ഉല്ലൂക്ക. എല്ലാം ഞാൻ കേട്ടു. തന്തയില്ലാത്ത എനിക്ക് സ്വന്തം തന്തയെ പോലാണ് പപ്പേട്ടൻ. എന്നോട് ദയവുണ്ടാകണം. പപ്പേട്ടനൂടെ ഞാനുണ്ട്. നമുക്കിവിടെ ഒരു കലക്ക് കിടക്കണം. കിട്ടുന്നത് 50-50. ഉറപ്പിക്കേ. എല്ലാം അടിച്ചു മാറ്റി ഇവിടെ കുളം കോരി നമുക്കൊരു വള്ളം കളി നടത്തണം. കുട്ടനാടൻ പുഞ്ചായില്ലേ കൊച്ചു. നിർത്തി. നടന്നോ, ധൈര്യമായി നടന്നോ. പപ്പേട്ടനോട് ഞാനുണ്ട് സദാശിവൻ. ഞാനിപ്പോ പുത്തൂരം വീട്ടുകാരനല്ല, ആനക്കാട്ട് സദാശിവൻ. ആരുണ്ടടാ ആനക്കാട്ടുകാരോട് ഇവരിടാൻ? ചുണകൾ ആമ്പിള്ളേരുടെ ഇറങ്ങി വാടാ. ഏത് മാണിക്യമംഗലത്തെ രാമൻകുട്ടി ഞങ്ങൾക്ക് പുല്ലാടാ, പുല്ല്. ചുണകൾ ആമ്പിള്ളേരുണ്ടെങ്കിൽ ഇറങ്ങി വാടാ. ആനക്കാട്ടവരോട് ഏറ്റുമുട്ടാൻ ഇനിയൊരു രംഗത്തിന് ബാല്യമുണ്ട്. ഞങ്ങൾ തയ്യാർ. വരണ്ടല്ലേ? ഒരു സ്റ്റൈലിൽ ഞാൻ പോയി രണ്ടെണ്ണം പൊട്ടിച്ചേച്ച് വരട്ടെ. വേണ്ടല്ലേ? സമയമുണ്ട്. അതെയോ, പോയിട്ട് വരട്ടെ. മുതലാളി, ഇനി ഇവനിവിടെ വെച്ചുറപ്പിച്ച ശരിയാവില്ല. അവസാനത്തെ ഉറക്കമാണടി. ഞാൻ പറയുന്നു കേക്ക്. ഒന്നും പറയണ്ട. ഭർത്താവ് അന്തി ഉറങ്ങുന്ന നിനക്കെന്താ കാര്യം? ചേച്ചി കൊല്ലാൻ വന്നോ? എന്താ അവൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഭ്രാന്ത്, എന്നോടുള്ള അസൂയ. ചേച്ചിയോടെല്ലാം നമുക്ക് ഒന്നുകൂടെ തുറന്നു പറഞ്ഞാലോ? നമ്മൾ എന്ത് പറഞ്ഞാലും ചേച്ചി അത് വിശ്വസിക്കില്ല. എനിക്കതല്ല സംശയം.
ആരായിരിക്കും അയാളോട് കൊണ്ടുവന്നത്? ഞാനാ കൊണ്ടുവന്ന. അതേടാ, ഞാനാ കൊണ്ടുവന്ന. നീ ഇവിടെ കിടന്ന് ഇത്രയും കാലം വലസിയില്ലേ? നോക്കിക്കോ, ഞാനും പപ്പേട്ടനും കൂടി നിന്നെയൊക്കെ ഇവിടുന്ന് തല്ലി ഇറക്കും. പെട്ടി ശരിയാക്കി വെച്ചോ, നാട്ടിലേക്ക് പോവാൻ. വരട്ടരുത്, ഇതൊന്നും കേട്ട് വരളുന്നവനല്ല സദാശിവൻ. പപ്പേട്ടാ, രാവിലെ എങ്കോട്ടാ? ദുർഗയ്ക്ക് വലിയ നിർബന്ധം. ഓ, ഇന്നു മുതൽ ഫാക്ടറി കാര്യങ്ങൾ ഞാൻ നോക്കി നടത്തണം. ബിസിനസ് കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ട് അവക്ക് കുടുംബകാര്യങ്ങൾ നോക്കി ഇവിടെ കഴിഞ്ഞാൽ മതി. ഓ, കുടുംബിനി അത് ബഹുത്തച്ഛ. അപ്പൊ ഇന്ന് മുതൽ ഇവിടുത്തെ മുതലാളി പപ്പേട്ടനാണ്. ഞാൻ സെക്രട്ടറി. ബോസ് പ്ലീസ് കം. സെക്രട്ടറി, യെസ്. ഇയാളെ നമുക്ക് മൂന്നാർ ടി എസ്റ്റേറ്റിലേക്ക് കടത്തി കളയാം. അത് വേണ്ട ബോസ്, മാട്ടുപ്പെട്ടിയിലെ ക്ഷീരോത്പാദന കേന്ദ്രത്തിലേക്ക് അയക്കാം. അതെന്തിനാ? ചാണാൻ ഭാര്യ അവിടെ കിടന്നോളൂ. ദുർഗെ, ആറാം കരോ. ശുക്രിയ. സെക്രട്ടറി, പീछे चलो. ചലോ. ശ്യാമി, ഇനി ഇവന്റെ ഓരോ ചലനങ്ങളും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉണ്ണി, വണ്ടി നിർത്തടാ. ദേ കാറ്. ആനക്കാടൻ ഇവിടെ ഉണ്ടാ. ഇറങ്ങ. ഈ കാർ ഇവിടെ കിടക്കുന്ന സ്ഥിതിക്ക് അയാൾ ഈ പരിസരത്ത് എവിടെയെങ്കിലും കാണും. ശരിയാണ്, നമുക്ക് അല്പം മാറി നിന്ന് വാച്ച് ചെയ്യാം. വാ. ഇതെന്താണത്? ഇത് ക്യാമറ. എന്തിന്? ആനക്കാട് പപ്പന്റെ ഓരോ നീക്കങ്ങളും ഫ്രെയിം ടു ഫ്രെയിം ഒപ്പിയെടുക്കാൻ. എന്നിട്ട് ഞാൻ സ്റ്റുഡിയോ കൊടുത്ത് വാഷ് ചെയ്ത് പ്രിന്റ് അടിപ്പിക്കും. എന്നിട്ട് പുഴുങ്ങി തിന്നും. ഏ മണ്ട, ചിയാമ്മയുടെ സി ഐ ഡി ബുദ്ധിയാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? പിടിച്ചാ മതി. നിന്റെ ഒരു ക്യാമറയും നിന്റെ ഒരു കടം വാങ്ങിച്ച ക്യാമറയാണ്. ഞാൻ എന്ത് ചെയ്യും? ഈശ്വര, ക്യാമറയുടെ ഓണറോട് ഞാൻ എന്ത് പറയും? കിട്ടും, നിന്റെ കയ്യിലിരിപ്പതല്ലേ? അതല്ല, എവിടത്തെ കിട്ടി? ആഹാ, അവിടുന്ന് കിട്ടിയോ? എടാ, ഇവിടെ വന്ന് കയറിയിരിക്കുന്നത് ആനക്കാട് പപ്പനാണോ അല്ലയോ എന്ന് തെളിയിക്കാനുള്ള തെളിവെനിക്ക് കിട്ടി. പണ്ടയാള് പട്ടാളത്തിലായിരുന്നപ്പോൾ അയാളുടെ ഇടത്തെ തൊഴിൽ വെടികൊണ്ടൊരു പാടുണ്ടത്രേ. അതവിടെ കിടന്നാൽ നമ്മൾ ഇവിടുന്ന് കിടക്കേണ്ടി വരും. എടാ മണ്ട, ആ വെടിപ്പാട് കണ്ടുപിടിച്ചാൽ അയാൾ ആനക്കാട് പപ്പനാണോ അല്ലയോ എന്ന് തെളിയിച്ചൂടെ? എന്താണ് വെടികൊണ്ട പന്നിയപ്പോൾ ഓട്ടം? വെടികൊണ്ട പന്നിയല്ല, പിന്നെ വെടികൊണ്ട പാട്. വെടികൊണ്ട പാടോ? അത് ഈ വെടികൊണ്ട് ഒരുപാട് പേര് കാർഗിൽ മരിച്ചു വീണു എന്ന് പറയായിരുന്നു അല്ലേ? നിനക്കും വെടികൊണ്ടോ? പിന്നെന്താ കാലിന്? അത് ഞാൻ ഈ കരാട്ടെ പ്രാക്ടീസ് ചെയ്യാൻ പോണ്ടല്ലോ, അതപ്പോ തുടങ്ങി. അപ്പൊ ഈ കാലുപ്പൂറ്റിയുടെ ഈ മെഡിലയുടെ ബ്ലാങ്കട്ട ഇല്ലേ, അതിന്റെ ബ്ലാങ്കട്ടയുടെ മിഡില് ഫെബ്രുവരി 30 എന്റെ കൾട്ടിവേഷൻ ഒടിഞ്ഞ് എന്റെ നോട്ടിഫിക്കേഷൻ പോയി. നിനക്കൊരു കള്ളലക്ഷണം ഉണ്ടല്ലോടാ. അത് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റാ. ചലോ 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 എന്ന് പറഞ്ഞിട്ട് ഇയാളെന്നെ നടക്കുക. അങ്ങനെ ഒരു അർത്ഥം ഉണ്ടാവും. ഈ വീട്ടിലാർക്കും ഒരു ഉത്തരവാദിത്വമില്ല. ഗാർഡനൊക്കെ വെറും പൂന്തോട്ടമാക്കി കളഞ്ഞു. ഇടയ്ക്കൊരു വാഴ. വല്ലാത്ത പ്രാണിശല്യം. പട്ടാപകല് തുണി പൊക്കണം. ഇവന്നെ ഞാനിപ്പോ ശരിയാക്കി തരണം. അയ്യോ മൂർച്ച പോരാ. തോട്ടം അത്ര ശരിയല്ല.
വണ്ടി പോകരുത്, എന്തോ അപകടമുണ്ട്. മാറി നിക്കട, അവന്റെ ഒരു സ്നേഹം. ചേച്ചി പറയുന്നേക്ക്, പോകരുത്. ഞാനാ പറയുന്നേ. മാറി നിക്കടാ. ചേച്ചി പോകരുത്. പോടാ അവിടുന്ന്. ചേച്ചി പോകരുതെന്നാ പറഞ്ഞേ. നീ വാച്ചൊന്നും നോക്കണ്ട. 6 മണി കഴിയാതെ നിനക്ക് ഞാൻ കൂലി തരില്ല. എന്നെ പഠിച്ച് രക്ഷപ്പെടാവുന്ന ഒരുത്തനും കരുതണ്ട. ശരിക്ക് ജോലി ചെയ്യടാ, ശരിക്ക് പണിയടാ. തനിക്കുള്ള പണി ഞങ്ങൾ തരാടോ. സോറി. ഈ പാര എന്തിനാടോ? ഈ പാര കൊണ്ട് പപ്പന് ഞാനൊരു പാര പണിയും. ഒടുവിൽ ഈ പാര നമുക്കൊരു പാരയാവരുത്. നീ നോക്കിക്കോ. പപ്പൻ അറിയാതെ പപ്പന്റെ മുണ്ടിൽ ഞാൻ ഈ പാര കുത്തി ഇറക്കും. പപ്പൻ മുന്നോട്ട് നടക്കുമ്പോ മുണ്ടുലിഞ്ഞു വീഴുന്നു, തുടയിലെ പാട് നമ്മൾ കാണുന്നു. എങ്കിൽ നമുക്ക് ഓപ്പറേഷൻ ആരംഭിക്കാം. ആ പുല്ലോട് കളയടാ. എന്താണ് പിള്ളേരെ പാരയൊക്കെ ആയിട്ട്? ഒന്നുമില്ല ചേട്ടാ, അത് പറമ്പില് കള കുറച്ച് കൂടുതലാ. അത് കളഞ്ഞില്ലെങ്കിൽ ആകെ പ്രശ്നമാകും. അതുകൊണ്ട് പിന്നെ ഈ പാടും എന്നാ പാടും? പിന്നെ അത് പറിക്കാനുള്ള ഒരു കഷ്ടപ്പാടും. ഓ, ആ പാടും. എന്താടാ കൊച്ചളിയാ, നീ ടിഫിനൊക്കെ കഴിച്ചോ? കഴിച്ച് മുട്ടയും പാലും ഒക്കെ മുടങ്ങാതെ കഴിച്ചോണം, നല്ല ആരോഗ്യം വെക്കത്തുള്ളൂ. അതെ അതെ അതെ. നോക്കിയിരിക്കാതെ കള പറിക്കടാ. കള പറിച്ചോണ്ടിരിക്കല്ലേ. ഒരുപാട് അണ്ടർവെയർ കണ്ടിട്ടുണ്ട്. മുട്ട് വരെയുള്ള അണ്ടർവെയർ ഞാൻ ആദ്യമായിട്ട് കാണുക. ഞാനും. സോറി. ഡങ്കർ സാഹിബിന് ഉത്തരവായിരുന്നു. പക്ഷെ പപ്പൻ ഗോ ആൻഡ് അറ്റാക്ക്. ഉത്തരവ് കേട്ടപാടെ ഒറ്റ പാച്ചിലായിരുന്നു ശത്രുവിന്റെ സങ്കേതത്തിലോട്ട്. ഭയങ്കരം. ഞാൻ പതുക്കെ 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 നുഴഞ്ഞു കേറി. നുഴഞ്ഞു കയറാൻ പണ്ടേ എടുക്കണമെന്ന് എനിക്കറിയാം. ആദ്യത്തെ കുറെ ബോംബുകൾ ഞാൻ പിടിച്ചെടുത്ത് തിരിച്ചു ശത്രുക്കള് പടപടപടപടോന്ന് ചാകാൻ തുടങ്ങി. കൺട്രോൾ കിട്ടാനല്ല പറ. പെട്ടെന്നായിരുന്നു ഒരു വെടി എന്റെ നേരെ വന്നു. പപ്പേട്ടിനേക്കാൾ വലിയൊരു വെടിയോ? പറയുന്നത് കേക്കടാ പന്നി. ആ വെടിയുണ്ട് ഞാൻ കാലി കൊണ്ട് തടഞ്ഞു. കാലുകൊണ്ട് തടഞ്ഞെന്നു? അതെ. അതൊരു ഭയങ്കര വെടിയാണ്. നീ കൊറേ നേരമായി എനിക്കിട്ട് പുളക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ പറയുന്നത് കേട്ടാ മതി. പപ്പണ്ണല്ലേ പറഞ്ഞത് വെടിയുണ്ട കാലുണ്ട് തടുത്തെന്ന്. എന്താടാ സംശയമുണ്ടോ? ഇല്ല. സംശയമുണ്ടോടാ? നിനക്കുണ്ടോടാ? എനിക്കില്ല. നിനക്കില്ലേ? ആർക്കാടാ സംശയം? എനിക്കില്ല. ആർക്കാടാ സംശയം? ആർക്കുമില്ല. കാണിച്ചേരാടാ. നോക്കടാ. പോയാ തുള നോക്കാൻ നടക്കുന്നേ.